കഴിഞ്ഞ ദിവസം അല്ലിയും ഞാനും കൂടി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയിട്ടോ. ഒറ്റയ്ക്കാണ് പോയത് ട്രെയിനിൽ. ഓണം വെക്കേഷന് പോകാനിരുന്നതാണ്, പക്ഷേ ശബരിമല സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. അപ്പോൾ അല്ലിയും കൊണ്ട് എനിക്ക് സീറ്റൊന്നും കിട്ടില്ല. അപ്പോൾ അത്രയും നേരം എടുത്തുകൊണ്ട് നിൽക്കേണ്ടി വരും. പിന്നെ നല്ല തിരക്കുള്ള സമയത്ത് അവൾ കരയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായി പോകാനായിട്ട്. അപ്പോൾ 6:40 എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങളൊരു 9:15 ആയപ്പോഴത്തേക്കും സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഹസ്ബൻഡിൻ്റെ അനിയൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിലെത്തി. ബിരിയാണിയാണ് കഴിക്കാനുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ പറ്റിക്കുവാണ് കേട്ടോ. പത്തനംതിട്ട, കൊല്ലം, ട്രിവാൻഡ്രം ആ സൈഡിലോട്ടൊക്കെ ഈ ബിരിയാണി എന്ന് പറഞ്ഞ് കിട്ടുന്നത് റൈസ് വേവിച്ചതും കൂടെ ചിക്കൻ കറി പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ പറ്റിക്കുന്നതാണ്. ഇതല്ല ബിരിയാണി. ഞാൻ ഒരുപാട് ബിരിയാണി അവിടെ നിന്ന് മാറി മാറി കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഏകദേശം എല്ലാം ഒരുപോലെയാണ് എനിക്ക് തോന്നിയത്. 1-2 ഹോട്ടലിൽ മാത്രമേ നല്ല ബിരിയാണി കിട്ടിയിട്ടുള്ളൂ. വൈകിട്ടായപ്പോൾ ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയിട്ടോ. അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛമ്മയും ഞാനും അല്ലിയും കൂടിയാണ് കാണാൻ പോയത്. എനിക്ക് പൊതുവേ ഇങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സും പിന്നെ അതല്ലാതെ പച്ചക്കറികളൊക്കെ ഉണ്ടാകുന്ന ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വാങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് പോയത്. പക്ഷെ എല്ലാത്തിനും ഭയങ്കര പ്രൈസ് ആയിരുന്നു കേട്ടോ. ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സും പ്ലാന്റ്സും മാത്രമല്ല കേട്ടോ, എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. ഫർണിച്ചർ, ക്ലോത്ത്സ്, പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളതായിരുന്നു ഈ ഒരു ഷോ. ഇവിടെ എറണാകുളത്തും ഇതുപോലെ വനിതാ ഫെസ്റ്റൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ ഈ ഒരു ഫ്ലവർ ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് ഇതിലും കൂടുതൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനും ഒക്കെ. അപ്പോൾ കഴിഞ്ഞ തവണ പോയതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അന്ന് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കൂടെ. ഇന്ന് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു പഴയ മിഠായിയും കാര്യങ്ങളൊക്കെ. ഇന്നും ഞാനത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഈ പല്ലിലൊട്ടുന്ന ഒരു മിഠായി ഉണ്ട്, അതാണ് എനിക്ക്. പിന്നെ അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല പഴംപൊരിയും ബീഫും പിന്നെ ഈ കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്ന കുറേ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പായസം, പലതരം ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പുറത്ത് ഇങ്ങനെ കുട്ടികൾക്ക് ഉള്ള ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അല്ലെങ്കിൽ ഇതിലൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.